ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പം നമ്മൾ സാധാരണ മരച്ചീനി കൊണ്ട് അവിയൽ, മരച്ചീനി ഇളക്കിയത്, മരച്ചീനി അവിച്ചതൊക്കെ നമ്മൾ കഴിക്കാറുണ്ടല്ലേ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് വേറൊരു ടേസ്റ്റിലും വേറൊരു അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പി നമുക്കിന്ന് തയ്യാറാക്കാൻ കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഇവിടെ ചെറിയ കഷ്ണം 2 മരച്ചീനി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേ സൈസിലുള്ള മരച്ചീനിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ തൊലിയെല്ലാം നല്ലോണം ഒന്ന് കളഞ്ഞ് കഴുകി എടുത്തതിന് ശേഷം നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നീളം സൈസിൽ തന്നെ നല്ലോണം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് നല്ല പൊടിയായിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മരച്ചീനിയിൽ നല്ലോണം പാലുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നല്ലോണം പാലൊന്ന് പിഴിഞ്ഞെടുത്ത് കഴിയുമ്പോഴാണ് നമുക്ക് മരച്ചീനി നല്ല തുറുതുറാന്ന് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാമേ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കൊച്ചു കഷ്ണങ്ങളായിട്ട് നമ്മളിത് ഇതേപോലെ ഒന്ന് എടുത്ത് കയ്യിൽ വെച്ച് തന്നെ നല്ലോണം അങ്ങ് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. പിഴിഞ്ഞെടുക്കുമ്പോൾ തന്നെ കണ്ടല്ലോ, അത് നല്ല തുറുതുറാന്ന് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോഴാണ് നമ്മൾ തയ്യാറാക്കുന്ന റെസിപ്പി നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം നല്ലോണം ആ പാലൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്ത് കളഞ്ഞിട്ട് അത് നല്ല തുറുതുറാത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നല്ലോണം അത് റെഡിയായി കിട്ടുക. കണ്ടല്ലോ, ഇത്രയും പാല് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കങ്ങ് മാറ്റി വയ്ക്കാമേ. അപ്പോൾ നമ്മളിതാ ഇതിലേക്ക് നമുക്കിനി കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അതിനോട് തന്നെ ഒരു കൈപ്പിടി അളവ് തേങ്ങ തിരികെ ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമേ. അതിനോടൊപ്പം തന്നെ നമുക്ക് മധുരത്തിനായിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് നോർമൽ മധുരമായിരിക്കും കേട്ടോ. ഇനി എക്സ്ട്രാ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ. 1/4 കപ്പ് കറക്റ്റ് ആയിരിക്കുമേ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. എണ്ണയൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നല്ലൊരു സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. മരച്ചീനി ഒന്നും കഴിക്കാത്ത കുട്ടികളുണ്ടല്ലോ, അവർക്കൊക്കെ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്താൽ അവർ ഉറപ്പായിട്ടും കഴിച്ചോളും കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, നല്ല മധുരമാണ്, നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. സാധാരണ നമ്മൾ തയ്യാറാക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ട് ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഞാൻ ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഇതേപോലെ ചെറിയതായിട്ടുള്ളൊരു 4 പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഒരൊറ്റ പാത്രമായിട്ട് എടുത്താലും കൊള്ളായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇഡ്ഡലി പാത്രം ഉണ്ടല്ലോ, ഇഡ്ഡലി തട്ടിൽ നമ്മൾ വെച്ച് ഇതേപോലെ അടിയിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം പുറത്ത് ഇത് വെച്ച് നമുക്ക് വേവിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ 4 ചെറിയ പാത്രങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ അടിയിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ തിരികിയതും കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങ തിരികെ നിന്നിട്ടതിന് ശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മരച്ചീനിയുടെ ആ ഒരു കൂട്ട് നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് അങ്ങ് വെച്ച് കൊടുക്കാമേ. അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ അതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറേശ്ശെ ഒന്ന് വെച്ച് കൊടുത്ത് എല്ലാ സൈഡിലോട്ടും അതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് പഞ്ചസാര ഇട്ടല്ലോ, പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ നമുക്ക് ശർക്കര പൊടി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാമേ. അതും പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഓരോന്ന് കുറേശ്ശെ നമ്മൾ അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തേങ്ങ അതിൽ ആ പാല് പിഴിഞ്ഞെടുക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു പശപ്പൊക്കെ അങ്ങ് മാറി നല്ല തുറുതുറാന്ന് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് മസ്റ്റായിട്ടും അത് ചെയ്തോണം കേട്ടോ. അപ്പോൾ ഇവിടെ അതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം എല്ലാം വച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങയും കൂടെ ഒന്ന് ഇട്ടതിന് ശേഷം നമുക്കിത് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും അതേപോലെ നമുക്കങ്ങ് ചെയ്തെടുക്കാമേ. അധികം സമയമൊന്നും എടുക്കില്ല കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കാം. അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും കേട്ടോ. ആവിയിൽ ഒരു 10 മിനിറ്റ് നമ്മൾ വേവിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ റെസിപ്പി റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ പുറത്തേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് അതേപോലെ അങ്ങ് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെയുള്ള എല്ലാം അതേപോലെ അങ്ങ് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 4 പാത്രത്തിലേക്കും കറക്റ്റായിട്ട് എനിക്ക് അതങ്ങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഒരു ഇഡ്ഡലി പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് ഈ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള 4ഉം നമുക്ക് അതിലോട്ട് അങ്ങ് ഇറക്കി വെക്കാമേ. ഇറക്കി വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിലിടുക. ഹൈ ഫ്ലെയിമിലിട്ട് വെള്ളം നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കത് മീഡിയം ഫ്ലെയിമിലാക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിതങ്ങ് വേവിച്ചെടുക്കാമേ. 10 മിനിറ്റിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇതൊരു 7-8 മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ല മണം വരും കേട്ടോ. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും
ഇത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വെന്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. കറക്റ്റ് 10 മിനിറ്റ് നമുക്കിത് ഓഫ് ചെയ്യാം. അത് കറക്റ്റായിട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ടായിരിക്കും. അപ്പം ഞാൻ ഇത് അടച്ചു വെച്ചു. ആദ്യം ഹൈ ഫ്ലെയിമിലിടുക. ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം വെള്ളം നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കുക. അപ്പോൾ അതാ ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടേ. കണ്ടല്ലോ, നല്ലോണം അതൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. മരിച്ചിനെയൊക്കെ ആദ്യം വെള്ള കളറിലാണ് ഇരിക്കുന്നത്, പക്ഷേ അത് വെന്ത് വരുമ്പോഴത്തേക്കും ചെറിയൊരു യെല്ലോ ഷെയ്ഡായി വരും കേട്ടോ. അപ്പോൾ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കിനി എടുത്ത് മാറ്റി വെച്ച് ഒന്ന് തണുത്തതിന് ശേഷം സൈഡൊക്കെ ചെറുതായിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് ഒരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി കൊടുക്കാമേ. അപ്പോൾ അത് കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഞാൻ പറഞ്ഞല്ലോ, സാധാരണ നമ്മൾ മരിച്ചിനെ കൊണ്ട് തയ്യാറാക്കുന്ന വിഭവങ്ങളെക്കാളും വ്യത്യസ്തമായിട്ട് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. നല്ല ടേസ്റ്റോടുകൂടി തന്നെ കുട്ടികളാണെങ്കിലും കഴിക്കും. അവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ചന്തത്തിന് വേണ്ടി വെറുതെ ഒരു മല്ലിയില ഇങ്ങനെ വെച്ച് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, നമുക്കിതാ ഇതേപോലെ ഒരു സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ പറ്റും കേട്ടോ. അത്രയും ടേസ്റ്റുമാണ്. നല്ലൊരു റെസിപ്പിയാണ്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നല്ലൊരു സ്നാക്സ് ആയിട്ടും നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. മസ്റ്റായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കരുതേ. മുൻപോട്ട് സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് കയറി കണ്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ താങ്ക്